ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കർത്ത ദിവസം കൂടെ നൽകിയിരിക്കുക. നമ്മൾ കർത്ത ദിവസത്തിൽ ആണ്ടവർക്ക് ചിത്തമായ കാര്യങ്ങൾ നമുക്ക് പേശിടാം. നമുക്ക് ആണ്ടവർ ഇന്ന് നമുക്ക് നമ്മളോട് എന്നെ சொல்லுறதுன்னு നമുക്ക് பார்க்கலாம். ഇന്ന് എപ്പിസോഡ് 164 C13 தான் നമ്മൾ പഠിക്കുന്നത്. എപ്പിസോഡ് 164 C13. ഇതിൽ നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് കൊലോസ്യർക്ക് എഴുതിയ പുസ്തകത്തിൽ നിന്ന് 1:15 தான் നമ്മൾ വാസിക്കാൻ പോകുന്നത്. കൊലോസ്യർ 1:15. അതിന് മുന്നാടി 13 തൊട്ട് നമുക്ക് വാസിച്ചിടാം. ആണ്ടോട് നമ്മളുടെ என்ன പേശം നമുക്ക് பார்த்துட்டு നമുക്ക് 15-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. 13-ാം വാക്യത്തിൽ എന്നാ சொல்லுது? നമ്മൾ വാസിക്കുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വെടിവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. 13-ാം വാക്യത്തിൽ ഇംഗ്ലീഷ്, ഹൂ ഹാഡ് ഡെലിവേർഡ് അസ് ഫ്രം ദ പവർ ഓഫ് ഡാർക്ക്നെസ്. അന്നേരം നമ്മൾ ഇங்கே അപ്പോസ്തലനായ പൗലോസ് നമ്മളെ അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറയണം എന്നാണ്. അന്ധകാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച്. അന്ധകാരം എന്ന് ചൊല്ലിയാൽ എന്നത് പിശാചിൻ്റെ കയ്യിൽ. പിശാചെന്ന് പറയുക അന്ധകാരത്തിൻ്റെ പ്രഭു. അന്ധകാരത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ കയ്യിൽ നിന്നും നമ്മളെ എന്നെ പണിയാച്ച് ഈ ഡെലിവേർഡ് അവനെ നമ്മളെ വിടുവിച്ചാച്ച്. അവൻ നമ്മളെ വിടുവിച്ചാച്ച് ആൻഡ് has translated to the kingdom of his dear son. അവൻ എന്നാ ചെയ്യിച്ച് നമ്മളെ അവൻ്റെ സ്നേഹസ്വരൂപനായ ആണ്ടവരുടെ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചാച്ച്. എന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി എന്നതാ, നമ്മളെ അന്ധകാരത്തിൽ നിന്നും പിശാചിൻ്റെ കയ്യിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമ്മളെ എന്നാ ചെയ്താച്ച് സ്വർഗത്തിൽ ഇരുത്തിയാച്ച്. സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ എങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ. നമ്മൾ ഇപ്പോൾ നമ്മൾ എവിടുത്തെ നിവാസികൾ താൻ, നമ്മൾ വാസിക്കുന്നവർ താൻ സ്വർഗത്തിൽ വസിക്കുന്നവർ. അങ്ങേ ആര് വസിക്കുന്നത്? ആണ്ടവരായ യേശുക്രിസ്തു വസിക്കുന്നത്. ആണ്ടവരായ യേശുക്രിസ്തു വസിക്കുന്ന ആ സ്വർഗത്തിൽ നമ്മളെ അങ്ങേ ആക്കി, മലയാളത്തിലും അത് തന്നെ നമ്മൾ രാജ്യത്തിൽ വെക്കുകയും നമ്മളെ ആക്കി എന്ന് മാത്രമല്ല, നമ്മൾ അങ്ങേ വെച്ചിരിക്കുക, നമ്മൾ അങ്ങെത്താൻ ഇരിക്കുന്നത്. അത് നമ്മുടെ രാജ്യം ഇപ്പം സ്വർഗത്തിൽ. 14-ാം വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്? ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. അവനാൽ തന്നെ നമുക്ക് പാപത്തിൻ്റെ മോചനം കിടച്ചാച്ച്. നമ്മൾ പാപത്തിൻ്റെ മോചനം കിടച്ചാച്ചെന്ന് ചൊല്ലിയാൽ നമ്മൾ എന്നതാ, നമ്മൾ പാപികളായിരുന്ന നമ്മളെ പാപത്തിൻ്റെ മോചനം, പാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടിയാച്ച്. അന്നേരം നമ്മൾ പാപികൾ നല്ലപോലെ നമ്മൾ വാസിച്ചപ്പോൾ ഇൻ ഹൂം വി റിഡംഷൻ, നമുക്ക് എന്നാ കിട്ടിയാച്ച്? നമുക്ക് വിമോചനം, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും വിടുതൽ കിട്ടിയാച്ച്. റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, അവൻ്റെ രക്തത്താൽ നമുക്ക് വിമോചനം കിട്ടിയാച്ച്. അന്നേരം നമുക്ക് പാപത്തിൻ്റെ ബ്ലഡ് ഈവൻ ആൻഡ് ഫോർഗീവ്നെസ്, നമുക്ക് അതുമൂലം നമുക്ക് എന്നാ പറ്റിയാച്ച്? നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടിയാച്ച്. നമ്മുടെ ക്ഷാമം ക്ഷമിച്ച് കിട്ടിയത് എപ്പോഴാൻ? അവൻ്റെ രക്തത്താൽ. അന്നേരം ആണ്ടവരായ യേശുക്രിസ്തു നമുക്ക് ഈ ലോകത്തിൽ വന്നതിൻ്റെ കാരണം നമ്മളെ അന്ധകാരത്തിൽ നിന്നും വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ വാസിക്കുന്നത്, നമ്മളെ അന്ധകാരത്തിൽ നിന്നും, അതായത് അന്ധകാരത്തിൽ നിന്നും மட்டுമല്ല, അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്നും, അതായത് പിശാചിൻ്റെ ശക്തിയിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ താൻ എന്നെ അയച്ച് ആണ്ടവരായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വരും. അവൻ നമ്മളെ അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്നും നമ്മളെ വിടുവിച്ച് അവൻ എന്നാ ചെയ്യിച്ച് അവൻ നമ്മളെ ഇവിടുന്ന് മാറ്റി, ഈ അന്ധകാരത്തിൽ നിന്നും മാറ്റി അല്ലെങ്കിൽ നീക്കി നമ്മളെ എங்கே വെച്ചാച്ച്? സ്വർഗത്തിൽ ആര്? അത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ രാജ്യം, അവൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം, നമ്മൾ ഈ ലോകത്തിൻ്റെ വാസികളല്ല, പിശാചിൻ്റെ വാസികളല്ല. നമ്മൾ അതിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ സ്നേഹസ്വരൂപ നമ്മളെ എത്രമാത്രം സ്നേഹിച്ച ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു. 14-ാം വാക്യത്തിൽ അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മളെ മാക്കിയെന്ന് മാത്രമല്ല,
നമ്മൾ പാപികളായിരുന്നു, നമ്മളെ പാപത്തിൽ നിന്നും വിടുവിച്ചാച്ച്, പാപത്തിൽ നിന്നും വെടിവെച്ച് എപ്പോഴേ വെടിവെച്ചാച്ച് അവൻ്റെ രക്തം മൂലം. അന്നേരം അവൻ ക്രൂശിൽ രക്തം ചിന്തിയത് എന്തിനെന്ന് ചൊല്ലിയാൽ നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി. അവൻ നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന്, പാപത്തിൽ നിന്നും വിടുവിക്കാൻ വേണ്ടി അവൻ ക്രൂശിൽ രക്തം ചിന്തിയാച്ച്. അവൻ രക്തം ചിന്തി നമ്മുടെ പാപം മുഴുവനും കഴുകിക്കളഞ്ഞാച്ച്. ഈ ശരീരത്തിൽ പാപത്തിൻ്റെ ശക്തിയിലിരുന്ന, അല്ലെ പിശാചിൻ്റെ ശക്തിയിൽ കിടന്ന നമ്മളെ പാപത്തിൽ നിന്നും മോചിക്കുക മാത്രമല്ല, പിശാചിൻ്റെ ശക്തിയിൽ നിന്നും, പിശാചിൻ്റെ ആ പിടുത്തത്തിൽ നിന്നും നമ്മൾ വിടുവിച്ച് അന്ധകാരത്തിൽ നിന്നും മാറ്റി പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നാച്ച്. നമ്മളിപ്പോൾ അന്ധകാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് എങ്ങനെ കൊണ്ടുപോയി? പ്രകാശത്തിൽ നമ്മൾ. അന്നേരം അതിൻ്റെ കാരണം എന്താ? ആണ്ടവർ പ്രകാശത്തിൻ്റെ ദൈവം, ആണ്ടവർ അവൻ്റെ പ്രകാശത്തെ. ഇപ്പോൾ നമുക്കിപ്പോൾ എന്നാ പറ്റിയാച്ച നമ്മൾ പ്രകാശിതരായച്ച, അത് നമ്മൾ വാസിക്കുന്നു. ടു ഈസ് ബ്രെഡ് ഈവൻ ഫോർ, നമ്മുടെ പാപത്തിന് ക്ഷമ കിട്ടിയത്. 15-ാം വാക്യം നമ്മൾ വാസിച്ചിടാം. എങ്കിൽ നമുക്ക് എന്നാ? ഹൂ ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അവൻ ആരുതാൻ? അവൻ നമുക്ക് കാണാൻ പറ്റാത്ത ആണ്ടവരുടെ പ്രതിരൂപം. അതായത് അവനെപ്പോലെ ഇരിക്കുന്നു, നമുക്ക് കാണാൻ പറ്റും. ഇൻവിസിബിൾ ഗോഡ്, അവനെ നമുക്ക് ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. ആ ആണ്ടവരെ ആരുമേ പാത്തിട്ടില്ല. ആണ്ടവരായ യേശു ക്രിസ്തു താൻ ചൊല്ലുന്നത്, പിതാവിനെ ആർക്കുമേ കാണാൻ മുടിയാതെ, ആര് എന്നെ കണ്ടുവോ അവർ പിതാവിനെ കണ്ടാച്ച്. അന്നേരം നമുക്ക് പിതാവിനെ കാണണമെന്നുണ്ടെങ്കിൽ, തഹപ്പനാരെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വേണം? ആണ്ടവരെ കാണണം. ആണ്ടവരാരുതാൻ? അത് യേശു ക്രിസ്തു തന്നെ നമ്മുടെ സുവിശേഷത്തിൽ എഴുതി. നിങ്ങൾക്ക് തഹപ്പനായ ആണ്ടവരെ പാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പാക്കും. അന്നേരം അത് എന്തുകൊണ്ട് താൻ ഇങ്ങനെ വളരെ നല്ല ക്ലിയറായിട്ട് എന്നെ എഴുതി ചെയ്യും. നിങ്ങൾ അവൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവൻ കാണാൻ പറ്റാത്ത ദൈവത്തിൻ്റെ അതേ രൂപമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കണ്ണാടിയിൽ നമ്മുടെ മൂഞ്ചി പാക്കുമ്പോൾ നമ്മൾക്ക് എന്നാ പാക്കുന്നത്? നമ്മുടെ അതേ രൂപം ആ കണ്ണാടിയിൽ പാക്കുന്നത്. അന്നേരം അതിൽ വ്യത്യാസമായിരിക്കും. അതേ അർത്ഥത്തിൽ താൻ ആണ്ടവരായ യേശുക്രിസ്തു, തഹപ്പനായ നമ്മുടെ തഹപ്പനായ ആണ്ടവർക്ക് അവൻ്റെ സെയിം സ്വഭാവം, അതിൽ യാതൊരു മാറ്റവും ഇല്ല, ഒരു വ്യത്യാസമേ கிடைக்காது. അവൻ അപ്പടി താൻ ഇരിക്കുന്നത്. അവൻ നമുക്ക് നമ്മൾ അവന് ആണ്ടവരുടെ അവൻ്റെ രൂപം താൻ. നമ്മുടെ യേശു ക്രിസ്തു, അതായത് പുത്രനെ പറ്റി നമ്മൾ ഇങ്ങനെ കേട്ടാച്ച്, അതായത് ആ കുമാരനെ പറ്റി നമ്മൾ ചൊല്ലുമ്പോൾ ആ കുമാരൻ ആരുതാൻ? തഹപ്പനായ ആണ്ടവരുടെ അതേ രൂപമാണ് ആ തഹപ്പന. അതുകൊണ്ട് താൻ ആണ്ടവരായ യേശു ക്രിസ്തു ചൊല്ലിയാച്ച് തൻ്റെ ശിഷ്യന്മാരോട്. അവർ ചൊല്ലി, ഞങ്ങൾക്ക് തഹപ്പനാരെ പാക്കണമെന്ന് ചൊല്ലിയപ്പോൾ എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ തഹപ്പനാരെ നിങ്ങൾ കണ്ടിട്ടില്ല. അത് താൻ ഞാൻ ഇരിക്കുന്നത് ഞാൻ താൻ തഹപ്പനാരുടെ അത് പ്രതീരൂപം. അതേപോലെ താൻ നിങ്ങൾ എന്നെ തഹപ്പനാരെയും പാത്താച്ചേ. അവനെ അറിഞ്ഞാൽ, നിങ്ങൾക്ക് എന്നെ അറിഞ്ഞാൽ തഹപ്പനാരെയും നിനക്ക് തിരിയും. നിനക്ക് പൊടിയണമെന്നുണ്ടെങ്കിൽ നീ എന്നെ അറിയണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് തഹപ്പനാരെ പറ്റി നമുക്ക് എല്ലാ കാര്യങ്ങളും പുത്രനിൽ കൊടുത്താൻ നമുക്ക് கிடைക്കും. കാരണം പുത്രനെ പാക്കുന്നത്, പുത്രൻ്റെ സ്വഭാവം, പുത്രൻ ചെയ്ത എല്ലാ കാര്യം അത് ആ പുത്രൻ എന്നെ ആണ്ടവർ യേശു ക്രിസ്തുവിനെ ചൊല്ലുക. ഞാൻ ആരുടെ വചനം ചൊല്ലുത്? തഹപ്പനാർ എന്നോട് ചൊല്ലിയ വചനം താൻ ചൊല്ലുത്. தகப்பனார் எனக்கு என்ன சொல்லி நீ சொல்லணும் சொல்லி அதாவது ഞാൻ അതിൽ ഒരു വള്ളിയോ ഒരു പുള്ളിയോ ഞാൻ മാറ്റാതെ എന്നെ തകപ്പനാർ എന്നോട് ചൊല്ലിയോ അത് നിരന്തരം ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വചനം ആരുടേത്?
തകപ്പനാരുടെ വചനം താൻ. തകപ്പനാരുടെ വചനം നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം. അവൻ്റെ വായിൽ നിന്നും വരുന്ന വാക്യങ്ങൾ കേൾക്കണം. അതുകൊണ്ട് താൻ നമ്മൾ വാസിക്കുമ്പോൾ, നമ്മൾ സുവിശേഷത്തിൽ വാസിക്കുമ്പോൾ ആണ്ടവരായ യേശു ക്രിസ്തു ആ തകപ്പനാരെ പറ്റി നല്ലപോലെ അവൻ പിന്നെ എന്നാ ചൊല്ലിയതും, ഞാൻ എന്തിന് ഈ ലോകത്തിൽ വന്നു. അവൻ നമ്മൾ തകപ്പനാരെ യേശു ക്രിസ്തു നമ്മൾ പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ നാം பார்க்குறோம். ഞാൻ இங்கே വന്നതാണ്, എന്നെ ഇங்கே അனுப்பிയതാണ്. ആണ്ടവർ എന്നെ ഇங்கே അனுப்பி, ഞാൻ തന്നെ വന്നതല്ല, ആണ്ടോർ എന്നെ ഇங்கே അனுப்பி, ഞാൻ ഇங்கே അனுப்பிയിട്ട് ഞാൻ ഇங்கே വന്നിട്ട് ഞാൻ എന്നാ சொல்லணும்? തകപ്പനാരുടെ വചനങ്ങൾ നിങ്ങളോട് சொல்லണം. തകപ്പനാരെ കാണുന്ന പോലെ നിങ്ങൾ കാണണം. തകപ്പനാർക്ക് എന്നാ ചിത്തം ഒരിക്കലും അത് ഞാൻ നിങ്ങളോട് പേശ് ചെയ്യണം. എന്നാൽ ഞാൻ ചൊല്ലുന്ന എല്ലാ വാക്യം തകപ്പനാര് എന്നോട് ചൊല്ലിയ വാക്യം താൻ, അവൻ്റെ ചിത്തം താൻ, എൻ്റെ ഇത് ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യാൻ താൻ വന്നിരിക്കുക. അന്നേരം ആണ്ടവരായ യേശു ക്രിസ്തു വന്നത് ആരുടെ ഇഷ്ടത്തിന് വേണ്ടി വന്നിരിക്കുക? തകപ്പനാരുടെ ഇഷ്ടം. തകപ്പനായിരുന്നു ആരുതാൻ? അവൻ താൻ സ്നേഹസ്വരൂപനായ ദൈവം ആണ്ടവർ. അവൻ സ്നേഹസ്വരൂപനായ, അവൻ നമ്മളെ നേസിച്ചാച്ച്, അവൻ നമ്മളെ നേസിച്ചതുകൊണ്ട് അവന് രമ്പ കഷ്ടം വന്നാച്ച്. നമ്മൾ പാപം പണിയപ്പോൾ അവന് രമ്പ കഷ്ടം വന്നാച്ച്. ആ കഷ്ടത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ മാനവനെ ഞാൻ പണിയാച്ച്, അവരെ ഞാൻ എപ്പടി ഉണ്ടാക്കിയാച്ച്? എൻ്റെ രൂപത്തിൽ പണിയാച്ചേ. പക്ഷേ അവർ പാപം ചെയ്ത മൂലം എൻ്റെ രൂപത്തിൽ നിന്നും മാറിയാച്ച്. അതായത് എൻ്റെ അതായത് അവർ ആ പാപം ചെയ്തവരെ, അല്ലെങ്കിൽ ആണ്ടവർ ഉണ്ടാക്കിയ മനുഷ്യനെ രക്ഷിപ്പാൻ തക്കോണം നേസിക്കുന്ന ആ തകപ്പനാർ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അയച്ചു. അവൻ എന്നാ പണ്ണതാൻ? അവൻ തകപ്പനാരുടെ ചിത്തം ചെയ്യുവാൻ തക്കവണ്ണം വന്നു. അവൻ 15-ാം വാക്യത്തിൽ നമ്മൾ 15-ാം വാക്യം, ദ ഫസ്റ്റ് ബോൺ ഓഫ് എവറി ക്രീച്ചർ. അവൻ താൻ ആദ്യമാനവൻ, അല്ലെങ്കിൽ അവൻ താൻ ആദ്യത്തെ സൃഷ്ടി. അതായത് ഈ യേശു ക്രിസ്തു, അല്ലെങ്കിൽ തകപ്പനായ ആണ്ടവരായ യേശു ക്രിസ്തു തകപ്പനാരുടെ ആദ്യത്തെ സൃഷ്ടി, അല്ലെങ്കിൽ ആദ്യം പണിയത് അത് ആരുതാൻ? അത് തകപ്പനാ അത് യേശു ക്രിസ്തു താൻ. അത് തന്നെ ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത്, ദ ഫസ്റ്റ് ബോൺ ഓഫ് എവറി ക്രീച്ചർ. അവൻ താൻ ആദിജാതൻ, അവൻ താൻ ആദ്യം ഉണ്ടായി. ഈ ലോകത്തിൽ ആദ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടായതായിരുന്നാൻ യേശു ക്രിസ്തു. അങ്ങനെ നമ്മൾ വാസിക്കുമ്പോൾ ആര് താൻ ആദ്യം ഉയർത്തെഴുന്നേറ്റത് സ്വർഗത്തിൽ പോയത് ആണ്ടവരായ യേശു ക്രിസ്തു. അവൻ താൻ ആദിജാതൻ. അതായത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദിജാതനാര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു. അവൻ താൻ ഫസ്റ്റ് ബോൺ, അവൻ ഫസ്റ്റ് ക്രിയേച്ചർ താൻ. അവൻ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ ലോകത്തിൽ വന്നാച്ച്. നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് എത്ര പെരിയ സന്തോഷം നമുക്ക് കിടക്കുന്നത്. കാരണം ആ ആണ്ടവർ പാവികളായ നമ്മളെ വീണ്ടെടുക്കാൻ, പിശാചിൻ്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടിരുന്ന നമ്മളെ വീണ്ടെടുക്കുവാൻ അവൻ ഈ ലോകത്തിൽ വന്ന് നമ്മളെ വീണ്ടെടുത്താച്ച്. ദൈവത്തിന് സ്തോത്രം. അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ നമ്മളെ വീണ്ടെടുത്ത വിധം നമ്മൾ பார்க்குമ്പോൾ നമുക്ക് എപ്പടി അവനോട് നേസമില്ലാതിരിക്കും, എപ്പടി നമ്മൾ അവന് മുമ്പിൽ നമ്മുടെ ഹൃദയം വെക്കാതിരിക്കും. അവനെ നമുക്ക് സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.